ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മല്ലു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക് ഫാമിലി വെഹിക്കിളായ ഏതർ റിസ്റ്റയാണ്. ഇത് 2025 മോഡൽ പുതിയ റിസ്റ്റയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ടൊന്ന് നോക്കാം. പ്രത്യേകിച്ച് നമുക്ക് പറയത്തക്ക ഫ്യൂച്ചറിക് ഡിസൈനൊന്നും അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് ഒരു ഫാമിലി വെഹിക്കിളായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. പിന്നെ സ്റ്റാൻഡൊക്കെ നമ്മുടെ ഏതർ 450Xൻ്റെ സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സീറ്റും ഫ്രണ്ടിലുള്ള ഇത്രയും സ്പേസുമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഈ വണ്ടിക്ക്. ഫാമിലി വെഹിക്കിൾ എന്ന് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. 2-3 പേർക്കൊക്കെ സുഖമായിട്ട് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സാരി ഗാർഡിൻ്റെ പോലും ആവശ്യമില്ല. ഫുള്ള് കവറായിട്ടാണ് വരുന്നത്. സൈഡിൽ ടയർ നമുക്ക് സാരിയോ ഡ്രസ്സോ എന്തെങ്കിലും ടയറിനകത്താവുമെന്ന് അങ്ങനെ ഒന്നും പേടിക്കണ്ട. അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇല്ല. സാരി ഗാർഡിൻ്റെ ഒരു ആവശ്യമില്ല. ഫുള്ള് കവറായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റിസ്റ്റയിൽ ഇതുവരെയും ടച്ച് സ്ക്രീൻ വന്നിട്ടില്ല. TFT ഡിസ്പ്ലേ ഇതുവരെയും വന്നിട്ടില്ല. നമുക്കിപ്പോൾ ജോയ്സ്റ്റിക്ക് വെച്ച് തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യേണ്ടത്. അത് നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം. ഫസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ സ്പേസ് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് എന്ന് വെച്ചിട്ട് ഗ്യാസ് കുറ്റിയൊക്കെ സുഖമായിട്ടിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഗ്യാസ് കുറ്റി വെച്ച് ഓടിച്ചുവിടാം. അപ്പോൾ അത്രയ്ക്ക് നല്ല സ്പേസ് ഉണ്ട്. കീ ആണെങ്കിൽ കീലെസ് എൻട്രി ഒന്നുമല്ല, കീ ഉണ്ട്. പിന്നെ ചാർജിങ് പോയിൻറ്റ് നമ്മുടെ 450Xലൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഇവിടെ തന്നെയാണ് അതിൻ്റെ ചാർജിങ് പോയിൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനൊന്നും മാറ്റമില്ല. പക്ഷേ ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം സൈസ് ഉണ്ട്. 450Xൻ്റെ അതേ സൈസ് തന്നെയാണ് ഡിസ്പ്ലേ ഒക്കെ വരുന്നത്. സ്വിച്ചസ് എല്ലാം 450Xൻ്റെ സെയിം മോഡൽ തന്നെയാണ്. ഇവിടുത്തെ കിൽ സ്വിച്ച് മാത്രമാണ് ഇതിലില്ലാതെ വരുന്നത്. ബാക്കിയെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ 450Xലുള്ള പോലെ തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ ക്യാരി ചെയ്യാനുള്ള ഹൂക്ക് വരുന്നത്. അതും സെയിം ഫങ്ഷൻസ് തന്നെയാണ്. സ്പ്രിങ് ഉണ്ട്. ഇതിൻ്റെ സ്പ്രിങ്ങും പെട്ടെന്ന് പോകുമായിരിക്കും. ആ ടയർ കംപ്ലീറ്റ് കവറാവുന്ന രീതിയിലാണ് ഇതിൻ്റെ മഡ് ഗാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലെ ബ്രേക്കിംഗ് അത്ര പക്കയായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഡിസ്ക് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ബാക്കും ഫ്രണ്ട് ഡിസ്ക് തന്നെയാണ്. അപ്പോൾ ബാക്കിലത്തതും ഡിസ്ക് ബ്രേക്ക് ആക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ വണ്ടികളുടെയും 2 സൈഡിലും ബാക്കും ഫ്രണ്ടും ഡിസ്ക് ബ്രേക്ക് ആവുന്നത് ഏറ്റവും ബെറ്ററാണ്. ഭയങ്കര ഒരു ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർക്കൊക്കെ നമ്മുടെ 450Xൻ്റെ സെയിം ഫോർക്കൊക്കെ തന്നെയാണ് വരുന്നത്. ഹെഡ്ലൈൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്, റണ്ണിങ് ലൈറ്റും ഉണ്ട്. അത് പ്രത്യേകിച്ച് വേറെ അടുത്തും പ്ലേസ് ചെയ്തിട്ടില്ല. ഹെഡ്ലൈൻ്റെ കൂടെ തന്നെയാണ് റണ്ണിങ് ലൈറ്റൊക്കെ വരുന്നത്. സൈഡിലായിട്ട് റിസ്റ്റ് ഐസെറ്റ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഉണ്ട്. പ്രവേശത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ഏതർന്ന ബാഡ്ജിങ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ്. ടെയിൽ ലാമ്പിനകത്തും ഏതർ എന്നൊരു ബാഡ്ജിങ് ഉണ്ട്, കാണാൻ പറ്റുമായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. പിന്നെ റിസ്റ്റ് ഇറങ്ങിയ സമയം തൊട്ട് അതിന് ബാക്ക് റെസ്റ്റ് ഉണ്ട്. സോ ഇതിലും ആ ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2025 മോഡലിലും ആ ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാറിൽ ഒരു വെയിറ്റ് ബാലൻസ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലുമായിട്ട്. പക്ഷേ ഈ വെയിറ്റ് ബാലൻസ് 450Xലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിൻ്റെ ഹാൻഡിൽ ഈ വെയിറ്റ് ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിടിക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ഈ വെയിറ്റ് ബാലൻസ് കൂടെ ഉണ്ടെങ്കിൽ ഒരു അല്പം കൂടെ ലെങ്തി നമുക്ക് ഫീൽ ചെയ്യും, കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. ഫ്രണ്ടിൽ ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ പോലെ, അത് എന്തിനാണെന്ന് മനസ്സിലായില്ല. പക്ഷെ അതേ ഓപ്പൺ തന്നെയാണ് നമ്മുടെ ബാക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനും അതേ ഒരു മോഡൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അത് ആ ഒരു സിമിലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഏതർ 450Xലൊക്കെ ഉള്ള സെയിം തന്നെയാണ്. ഇത് ലെഫ്റ്റിലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ആവും. ഇതാണ് അതിൻ്റെ ഹാൻഡിൽ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് സീറ്റ്. ഇത്ര സൈസ് ഉള്ളത് കൊണ്ട് തന്നെ 450X പോലെ അല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ബൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബൂട്ട്. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതർ തന്നെ അവകാശപ്പെടുന്നത് വണ്ടി തുടയ്ക്കാനുള്ള തുണി വയ്ക്കാനായിട്ടാണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് വയ്ക്കാം. ഒരു ചാർജർ ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജർ. ഏതറിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 450X HR-ലൊക്കെ വരുന്ന അതേ സെയിം ചാർജർ തന്നെയാണ് ഇതിലും റിസ്റ്റയ്ക്കും വന്നിട്ടുള്ളത്. ഇത് റിസ്റ്റയുടെ ടോപ്പ് എൻഡ് ആയതുകൊണ്ടാണ് ഈ ചാർജർ. അത്യാവശ്യം ബൾക്കി ചാർജറാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചാർജറിൻ്റെ സൈസ് മാക്സിമം കുറയ്ക്കും തോറും നമുക്കത് ക്യാരി ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ലഗേജസ് ഈ വണ്ടിക്കകത്ത് കൊണ്ടുപോകാനും പറ്റും. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതൽ സാധനങ്ങൾ എന്തെങ്കിലും വണ്ടിക്കകത്ത് വയ്ക്കണമെങ്കിൽ അത് പറ്റും. ചാർജറിൻ്റെ സൈസ് കൂടുന്നതോറും നമുക്കിത് വണ്ടിക്കകത്ത് ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ ഹാലോ ഹെൽമെറ്റ് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ഹെൽമെറ്റ് ചാർജ് ചെയ്യുന്നത്. വണ്ടിക്കകത്തിന് വെച്ചുന്ന ഹെൽമെറ്റ് ചാർജ് ആവുകയുള്ളൂ. അതിനുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ചാർജിങ് പോയിൻ്റ് ഇല്ല എന്നുള്ളതാണ്. ഏതറിൻ്റെ ഒരു വണ്ടികളിലും ചാർജിങ് പോയിൻ്റ് ഇല്ല. അപ്പോൾ അത് ഇനി വരുന്ന വണ്ടികളിലെങ്കിലും കൊടുക്കണമെന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിലും സെയിം സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്. പക്ഷേ അത് ഇച്ചിരി ചെറിയ സ്ട്രിപ്പ് ലൈറ്റാണ്. കുഴപ്പമില്ല, അത്യാവശ്യം വെട്ടമൊക്കെ രാത്രി കിട്ടും. പിന്നെ ചാർജിങ് പോയിൻ്റ് കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു വണ്ടികളിലും ചാർജിങ് പോയിൻ്റ് കൊടുക്കുന്നില്ല. അത് കൊടുക്കേണ്ട ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി ഇറക്കുന്ന ആ മോഡലുകളിൽ അത് കൊടുക്കണം. ഇപ്പോൾ ഉള്ള വണ്ടികൾ ഒരു അപ്ഡേഷനായിട്ട് കൊണ്ടുവരികയും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മിനിമം 5 വർഷമെങ്കിലും ഉപയോഗിക്കാം എന്നൊരു കോൺസെപ്റ്റിലാണ് ഇലക്ട്രിക് വെഹിക്കിളുകൾ എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ചാർജിങ് പോയിൻ്റ് കൂടെ കൊടുക്കേണ്ടത് ഒരു മാന്യതയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ചാർജിങ് പോയിൻ്റ് കൂടെ അടുത്തെങ്കിലും കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം.
കീ ഒന്ന് ഓൺ ചെയ്യാം. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ചെറിയൊരു ലാഗോടെയാണ് ഡിസ്പ്ലേ ഓണായി വരുന്നത്. ഇത് ടച്ചല്ല, നമുക്കിതെല്ലാം ഇവിടുത്തെ ജോയ്സ്റ്റിക്കിലാണ് കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ 450X ചെയ്ത സമയത്ത് വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വണ്ടി റണ്ണിങ് ടൈമിൽ ഈ ജോയ്സ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ ശോകമായിരിക്കും. കാരണം റണ്ണിങ് ടൈമിൽ നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് അത്ര പ്രോപ്പറായിട്ടൊന്നും വർക്ക് ചെയ്യില്ല, ഭയങ്കര സ്ലോ ആയിട്ട് ഹാങ് ആയി നിൽക്കുന്ന ആ ഒരു ടൈപ്പിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്റ്റയെ സംബന്ധിച്ച് ഇത് നല്ല യൂസാണ്. കാരണം ടച്ച് അല്ലാത്തത് കൊണ്ട് നമുക്ക് വണ്ടി നിർത്തിയിട്ടെല്ലാം ഉപയോഗിക്കാം. പക്ഷേ റണ്ണിങ് ടൈമിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. 450Xലാണെങ്കിൽ റണ്ണിങ് ടൈമിൽ ഇത് വർക്ക് ചെയ്യുമെങ്കിൽ പോലും വളരെ സ്ലോ ആയിട്ടേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര യൂസ് ആണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അത്ര പോസിബിളായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നോളജി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഇതൊന്ന് സ്പീഡാക്കുക. പിന്നെ അതിൻ്റെ സെറ്റിങ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് നാവിഗേഷനാണ്. നാവിഗേഷൻ വരുന്നത് നമുക്ക് ഫോണിൽ ആപ്പ് എടുത്തിട്ട് ആപ്പ് ത്രൂ നമുക്ക് ഇതിനകത്തോട്ട് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഡിസ്പ്ലേ തന്നെ മാപ്പ് വർക്ക് ചെയ്യുന്നതാണ്. ആപ്പ് ത്രൂ നമുക്ക് മാപ്പ് വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് സേവ് ചെയ്തിട്ടിരിക്കാം. ഹോം, വർക്ക് സ്പേസ്, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു 450X ഉള്ളതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പ്, കോള്, മ്യൂസിക് ഇത്രയും ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സാണ്. ലൈവ് ലൊക്കേഷനൊക്കെ ഇതിലുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും വെഹിക്കിൾ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഡോക്യുമെൻറ്റ്സ് നല്ലൊരു ഉപയോഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈസൻസിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആപ്പിനകത്തിട്ട് ഡയറക്റ്റ് നമുക്ക് വണ്ടിക്കകത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ സ്ക്രീനിൽ നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഡോക്യുമെൻ്റ് ആഡ് ചെയ്തിട്ടില്ല, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ QR കോഡ് സ്കാൻ ചെയ്തോ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്തോ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ബ്രൈറ്റ്നസ് ആണ്. ബ്രൈറ്റ്നസ് ഉണ്ട്, ഓട്ടോ ബ്രൈറ്റ്നസ്, ലാംഗ്വേജസ്, പിന്നെ ടിസ്റ്റ് ഇതിലുണ്ട്. 450Xലുള്ളതുപോലെ തന്നെ ടിസ്റ്റും ഈ റെസ്റ്റയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആക്സിലേറ്റർ ഫ്രണ്ടിലോട്ട് കറക്കുമ്പോൾ റീജൻ വർക്കാവും, അതിൻ്റെ കൂടെ തന്നെ ബ്രേക്കും വർക്കാവും. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പക്ഷേ വളവുകളിലൊക്കെ നമ്മൾ ഓവർ കോൺഫിഡൻസ് ആയിട്ട് വളച്ചിട്ട് പോയി ഈ ടിസ്റ്റ് വർക്ക് ചെയ്ത് നിർത്താമെന്ന് വിചാരിക്കരുത്, കൺട്രോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ നോർമൽ റോഡുകളിൽ മാത്രം ഈ ടിസ്റ്റിങ് നമ്മൾ ഉപയോഗിക്കുക. അല്ലാതെ സ്പീഡിൽ വന്നിട്ട് വളവിലൊക്കെ നമ്മൾ ഇത് ടിസ്റ്റ് ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ച് കളയരുത്, അങ്ങനെ നിൽക്കത്തില്ല. അപ്പോൾ അത് സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. പിന്നെ ടിസ്റ്റ് കഴിഞ്ഞാൽ വരുന്ന കോസ്റ്റിംഗ് റീജനാണ്. കോസ്റ്റിംഗ് റീജൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു 90% താഴെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി റണ്ണിങ്ങിൽ ആക്സിലേറ്റർ റിലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീജൻ വർക്ക് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ബ്രേക്കും അപ്ലൈ ആവും. ചെറിയൊരു പിടുത്തം ആക്സിലേറ്റർ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് റീജൻ വർക്ക് ചെയ്യും. റീജൻ വർക്ക് ചെയ്യണതിൻ്റെ ചെറിയൊരു മൈൽഡായിട്ടുള്ള ഒരു പിടുത്തം നമുക്ക് വണ്ടിയിൽ ഫീൽ ചെയ്യും. അതാണ് കോസ്റ്റിംഗ് റീജൻ. അത് എപ്പോഴും ഓൺ ചെയ്തിട്ടിരിക്കുക നല്ലതാണ്. പിന്നെ വരുന്നത് ഓട്ടോ ഹോൾഡാണ്. ഓട്ടോ ഹോൾഡ് എല്ലാ വണ്ടികളിലും ഉണ്ട് ഇപ്പോൾ. ഓട്ടോ ഹോൾഡ് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇതിൽ വരുന്നത് അത് റെസ്റ്റയ്ക്ക് മാത്രമേ ഉള്ളൂ സ്കിഡ് കൺട്രോൾ. നമ്മളിപ്പോൾ അത്യാവശ്യം റഫായിട്ടുള്ള ഒരു റോഡിൽ ഇത്തിരി പൊട്ടിപ്പൊളി നടക്കുന്ന റോഡിലൊക്കെ പോകുമ്പോൾ സ്കിഡ് കൺട്രോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്കിപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറത്തൊന്നുമില്ല. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഓട്ടോ ഇൻഡിക്കേറ്റർ ഓൺ ഓഫ് അതൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഷട്ട് ഡൗൺ ആണ്. വണ്ടി നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസത്തേക്ക് വണ്ടി എടുക്കുന്നില്ല, നമ്മൾ വണ്ടി വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാറ്ററി ചാർജ് ഇറങ്ങത്തില്ല, ഒരിക്കലും ചാർജ് കുറയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നോട്ടിഫിക്കേഷനാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊബൈലിൽ വരുന്ന വാട്സപ്പ് മെസ്സേജസ് അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ആ സെറ്റിങ്സിൽ വരുന്നത്. പിന്നെ ഇതിന് വരുന്നത് 2 മോഡാണ്. സ്മാർട്ട് എക്കോ മോഡും സിപ്പ് മോഡും. ഈ 2 മോഡാണുള്ളത്. അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. പവറിനൊന്നും പ്രത്യേകിച്ച് യാതൊരു കുറവും തോന്നിയിട്ടില്ല. ഒരു ഫാമിലി വെഹിക്കിളിൻ്റെ ആയിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഈ വണ്ടിക്കുണ്ട്. പിന്നെ റിവേഴ്സ് സ്വിച്ച് ഇതാണ് വരുന്നത്. റിവേഴ്സ് ഒരിക്കൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിലോമീറ്റർ മാക്സിമം 3 കിലോമീറ്റർ സ്പീഡിൽ റിവേഴ്സ് പോകാൻ പറ്റും. പിന്നെ ഏതാണ്ട് എല്ലാ വണ്ടികൾക്കും വന്നൊരു അപ്ഡേഷനാണ്. നമ്മുടെ ഈ പവർ സ്വിച്ച് ഒരു 3 പ്രാവശ്യം പ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ലൈവ് ലൊക്കേഷൻ സെൻഡ് ആവുന്നത്. പിന്നെ ഹോണ് ഏതറിൻ്റെ എല്ലാ വണ്ടികൾക്കും ഈ സെയിം ഹോൺ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മിറർ വന്നിട്ട് നമ്മുടെ നോർമലി ഒരു മിററായിപ്പോയി. 450Xലുള്ളതുപോലത്തെ ആ ടൈപ്പ് ഒരു മിററല്ല. അപ്പോൾ അതുകൂടെ ഒന്ന് കൊടുക്കണമായിരുന്നു. ഇതിപ്പോൾ നോർമലി ഉള്ള ഒരു ഇതായിപ്പോയി. പിന്നെ ഇവിടെ വരുന്നത് പോലെ തന്നെ ഒരു ഹുക്ക് ഈ സീറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ടും വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ഹുക്ക് വരുന്നുണ്ട്. പിന്നെ റെസ്റ്റയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയാനായിട്ട് യാതൊരു പോരായ്മകളും ഇല്ല. ഏത് സൈഡ് നോക്കിക്കഴിഞ്ഞാലും ബെറ്റർ തന്നെയാണ്. അതിപ്പോൾ സ്പെക്കായിരുന്നാലും കംഫർട്ടായിരുന്നാലും ബിൽഡ് ക്വാളിറ്റി ആയിരുന്നാലും ഏതായിരുന്നാലും പ്രത്യേകിച്ച് പോരായ്മകളായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഏതർ റെസ്റ്റയുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളുക. പുതിയ അപ്ഡേഷൻസ് അതിലാണ് വരുന്നത്. EVയിലോട്ട് കൺവേർട്ട് ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്